BJP ക്യാമ്പിൽ അസ്വസ്ഥനായി കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ. എവിടെ നോക്കിയാലും ഇപ്പൊ സന്ദീപ് യുഗമാണ്. സത്യത്തില് ഒരു പാർട്ടിയിൽ അസ്വസ്ഥനായാൽ ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോകുന്നത് തെറ്റാണോ? ഇന്ത്യയിൽ ഏത് വിശ്വസിക്കുന്ന മതത്തിലോ ജാതിയിലോ പാർട്ടിയിലോ ഒക്കെ വിശ്വസിക്കാൻ മൗലിക അവകാശങ്ങളുള്ള ഒരു നാട്ടിൽ ഇത് തെറ്റാണ്. തെറ്റാണെന്ന് പറഞ്ഞൊരു നിലപാടില്ലായ്മയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. തെറ്റാണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. തെറ്റ് ശരിയെല്ലാം ആപേക്ഷികമാണ്. പക്ഷേ നമ്മളൊരു പൊളിറ്റിക്സിൽ വിശ്വസിക്കുമ്പോൾ, ഒരു പാർട്ടിയിൽ വിശ്വസിക്കുമ്പോൾ, ഇത്രയും കുറേ നാളത്തെ എക്സ്പീരിയൻസോട് അവിടെ നിൽക്കുമ്പോൾ അതിനെ പെട്ടെന്ന് മറുകണ്ഠം ചാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. അതൊരു നിലപാടില്ലായ്മയാണ്. നമ്മൾ ഒരു ജനത വിശ്വസിയേൽപ്പിക്കുന്ന ഒരു പൊസിഷനാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നത്. അത് BJP ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ. അവിടെ നിന്ന് ആ വിശ്വസിപ്പിച്ച പാർട്ടിയും പാർട്ടിക്കാരും ജനതയും കൂടെ വഞ്ചിച്ചുകൊണ്ടാണ് മറ്റൊരു എന്താ പറയുന്നത്, ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ സ്വന്തം നിലപാടുകളേക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ നിലപാടുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആളാണ്. അപ്പൊ അങ്ങനെ നിലപാടില്ലാത്തവൻ എങ്ങനെയാണ് ഒരു ഭരണത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്തുക? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പറയുന്നുണ്ടല്ലോ, എന്റെ നിലപാട് ഇനി മുതൽ മതേതരത്വത്തിന്റെ നിലപാടാണ്, അതുകൊണ്ടാണ് ഞാൻ വർഗീയ പാർട്ടിയായ BJP ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോയത്. അതെന്ത് നിലപാടാണ്? കാരണം ഒരു നേരം വെളുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മാറുമോ മനുഷ്യൻ? അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹം തെളിയിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇപ്പൊ തങ്ങന്മാരുടെയും പിന്നെ പാണക്കാട് തങ്ങന്മാരുടെയൊക്കെ വീടിന്റെ ഒക്കെ പോയിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുകയും ഭൂമി കൈമാറ്റവും മറ്റു കൈമാറ്റവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കേരള ജനതയ്ക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അല്ലേ തന്നെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ എന്തുവാണ്? മറുകണ്ഠം ചാടികളുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു പാർട്ടിയാണ്. കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിച്ചുകൊണ്ട് പോയിട്ടേ ഉള്ളൂ. കോൺഗ്രസിലേക്ക് ആരും മറുകണ്ഠം ചാടി വന്ന ചരിത്രമൊക്കെ വളരെ കുറവാണ്. അതാ പറഞ്ഞത്, കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഓപ്പറേഷൻ അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ മറുകണ്ഠം ചാട്ടികളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുക. ഒരു ഏച്ചു ഇല്ലാത്തൊരു പാർട്ടി ഇപ്പൊ വന്നു അങ്ങനെ പറയാൻ പാടില്ല. നോക്കൂ, അങ്ങനെ പറയേണ്ടി വരും. ജനങ്ങൾ അത് കണ്ടോണ്ടിരിക്കും. സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ഇന്ത്യയുടെ ചരിത്രം എഴുതിയാൽ അത് കോൺഗ്രസിന്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ, ഇതിപ്പോ ആദർശങ്ങളിലാണ് നമ്മൾ ഓരോ പാർട്ടിയിൽ വിശ്വസിക്കുക. പാർട്ടിക്കാരൻ ആദർശം വേണ്ടേ? അല്ല, അതാ ഞാൻ പറയുന്നത്. പാർട്ടി ആദർശങ്ങളാണ്. ഒരു നേതാവ് VD സതീശനെ കണ്ടിട്ടോ K സുധാകരനെ കണ്ടിട്ടോ ഒന്നും കോൺഗ്രസിലേക്ക് പോകുകയല്ല. പാർട്ടി ആദർശങ്ങളിൽ പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് വേണം. ഒരാൾ മാത്രമായ പാർട്ടിയാവും? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം ആളുകളാണ്. അപ്പോ BJPയുടെ ഇപ്പൊ സന്ദീപ് വാര്യർക്ക് പറ്റിയ തെറ്റെന്താ? സന്ദീപ് വാര്യര് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ കയ്യിലെ ചരട് മുറിച്ച് കളഞ്ഞപ്പോ, രാഗി മുറിച്ച് കളഞ്ഞപ്പോ സന്ദീപ് വാര്യര് ഞാൻ ഇനി RSSനെ തള്ളി പറയാം, നരേന്ദ്രമോദിയെ തള്ളി പറയാം. താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. അല്ല, ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മറുകണ്ഠം ചാടി എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ നേരത്തെ ഞാൻ പറഞ്ഞു നിലപാടില്ലാത്തൊരു മനുഷ്യനാണ്. അയാൾ ആദ്യം LDFൽ വിശ്വസിച്ചൊരു മനുഷ്യനാണ് ചെറുപ്പകാലത്ത്. അതിനുശേഷമാണ് അങ്ങേര് പിന്നെ LDFകാരനായി വളർന്നു വലുതായതിനു ശേഷം അങ്ങേര് പിന്നെ എന്താ പറയാ BJPയിലേക്ക് മാറി. BJPയിൽ അദ്ദേഹം പിന്നെ ABVP പഠനകാലത്ത് ABVP പ്രവർത്തിച്ചിട്ടില്ല. വാജ്പേയി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വാചാലനായി അദ്ദേഹം BJPക്കാരനായി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഒരു ചാനൽ ചർച്ച ഹിറ്റായി. അടുത്ത ചാനൽ ചർച്ചകളിൽ BJPയുടെ മുഖമായി നല്ല വെളുത്ത തൊടുത്ത് സുന്ദരക്കുട്ടപ്പനായി വന്നിരിക്കും. അത് ശരിയാണ്. പക്ഷേ ഈ ഗാന്ധിജി നെഹ്റു ഒക്കെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഉണ്ടോ ഇല്ലോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആൾക്കാരുടെ ഇടയിൽ PR വർക്ക് ചെയ്തിട്ടല്ല അവരൊക്കെ അനിശ്ചിതരായ നേതാക്കന്മാർ. ഇന്ന് PR വർക്ക് ചെയ്യാത്ത ഏത് നേതാവുള്ളത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അത് എന്നും ഈ പറഞ്ഞ സിനിമ ഹിറ്റ് ആവണമെങ്കിൽ സ്ക്രിപ്റ്റ് നന്നായിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു നല്ല പൊളിറ്റീഷ്യനായി വിജയിക്കണമെങ്കിൽ അയാളുടെ ബേസ് നന്നായിരിക്കണം, അയാളുടെ നിലപാടുകൾ നന്നായിരിക്കണം. അതാണ് ഇല്ലാതായി പോയത് ഈ മറുകണ്ഠം ചാടികൾ. ഈ മറുകണ്ഠം ചാടി വന്നതിന് ശേഷം കോൺഗ്രസ് ഈ പുള്ളിയെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു നിപ്പുണ്ട്. എല്ലാ പരിപാടികൾക്കും സന്ദീപ് വാര്യരുണ്ട്. അവരൊന്നും കാണാതെ കോൺഗ്രസ് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ബൈ ഇലക്ഷനിൽ ജയിച്ചു കയറിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഒന്നും കാണാതെ സന്ദീപ് വാര്യരെ കൊണ്ടുപോകും തോന്നുന്നുണ്ട്. സന്ദീപ് ഫാക്ടറോടെ വർക്ക് ചെയ്യും. കോൺഗ്രസ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നാട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രതിപക്ഷമുണ്ടോ ഇപ്പൊ? അത് കോൺഗ്രസ് എന്ത് മൂല്യമാണ് കോൺഗ്രസിനുള്ളതെന്ന്? അപ്പൊ പിന്നെ ആർക്കാണ് മൂല്യമുള്ളത്? ഇവിടെ പിണറായി വിജയന്റെ പാർട്ടിക്ക് മാത്രമാണ്. അല്ല, അവർക്ക് മൂല്യമില്ല. അവർക്ക് അവരുടെ ഇപ്പൊ സരിന്റെ കാര്യം എടുത്ത് തന്നെ നോക്കിയേ. സരിൻ എന്താ 8 വർഷം കോൺഗ്രസിൽ, അതായത് എല്ലാ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നും ചെയ്യത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള, അതായത് പൊതുപ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം കരിയർ വരെ കളഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ എന്ത് വൃത്തിയാണ് ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മറുകണ്ഠം ചാടി ഒരു വൃത്തികേട് കണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടമായിരുന്നു. സരിൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? സരിൻ അത് ചെയ്യാൻ പാടില്ല. സരിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് അവർക്കൊരു പാർട്ടിയിൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കണമായിരുന്നു. ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, സരിൻ MBBS പഠിച്ചു, IAS സിവിൽ സർവീസ് ഫസ്റ്റ് ടൈം എഴുതി പാസ്സായി IAS കാരൻ. പുള്ളി അങ്ങനെ പോകുമ്പോൾ പുള്ളിക്ക് തോന്നി എനിക്ക് കുറച്ച് ജനസേവനം വേണം, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ആളുകളെ സഹായിക്കണം, അതിന് അധികാരം വേണോ? അപ്പോ അദ്ദേഹത്തിന് സീറ്റ് മോഹി തന്നെയാണ്. സീറ്റ് മോഹി അല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ആരുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന VD സതീശനെ ശാരീരിക ഇഷ്ടപ്പെട്ട നേതാവാണ് കേരളത്തിൽ? ഒരാളുടെ പേര് പറ.
എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവ് പറയുകയാണെങ്കിൽ അങ്ങനൊക്കെ ചോദിച്ചാൽ എന്താ, നമ്മുടെ മന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പറ, കേരളത്തിൽ അങ്ങ് പിടിക്കാതെ കേരളത്തിൽ കൊള്ളാവുന്നവരാരുമില്ലയോ? കേരളത്തിൽ കൊള്ളാവുന്നവരെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. എന്നാ പറഞ്ഞു ഞാനങ്ങ് പറയാം. പിണറായി വിജയൻ എന്ന് വിചാരിക്കും. എന്റെ ദൈവമേ, പിണറായി വിജയന് മുകളിൽ ആരും ഇല്ല. സത്യം പറഞ്ഞ ഉണ്ടെന്നും വെക്ക്. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് എന്നും വെക്ക്. അത് അവിടെ ഇരുന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി വിളിച്ച് പറയാണ്, പിണറായി വിജയൻ നാളെ മുതൽ നിങ്ങളുടെ നാട്ടിൽ പോയി പിണറായിയിലെ പിന്നെ ബൂത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിക്കും. ബ്രാഞ്ച് കമ്മിറ്റി, അവർക്ക് ബ്രാഞ്ച് കമ്മിറ്റിയാണ്, ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞോ പിണറായി വിജയൻ ഒന്നെങ്കിൽ മറുകണ്ഠം ചാടും, ഇല്ലെങ്കിൽ രാഷ്ട്രീയ. പക്ഷെ അങ്ങനെ മറുകണ്ഠം ചാടാത്ത ആൾക്കാർ ഒരാളെ ഇപ്പൊ എനിക്ക് രോഹിത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞു, മുഖ്യമന്ത്രി ആകാൻ വരെ പോസിബിലിറ്റി ഉള്ള ഒരു സ്ത്രീ, കഴിഞ്ഞ ഭരണകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും ടോപ്പസ്റ്റിൽ എത്തിച്ച ഒരു മന്ത്രിയായിരുന്നു നമ്മൾ കേരളം കണ്ട വനിതാ ആരോഗ്യമന്ത്രി. അവരോട് പറഞ്ഞു സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോയില്ലേ? സ്ഥാനം ഒഴിയണമെന്നല്ല, അവരിപ്പോഴും എം എൽ എ ആണല്ലോ. ആരുടെ തീരുമാനമായിരുന്നു? തലയുടെ തീരുമാനം, പിണറായിയുടെ തീരുമാനമായിരുന്നു. അതനുസരിച്ച് അവര് ട്രൂ പാർട്ടി പ്രവർത്തക ആയതുകൊണ്ടാണ് അവരിപ്പോഴും പാർട്ടി വിട്ടു പോയിട്ടില്ല. അവരിപ്പോഴും എം എൽ എ ആണ്. എം എൽ എ ആയിക്കോട്ടെ, എം എൽ എക്കാളും മുകളിലാണല്ലോ മന്ത്രി. അതായത് നിങ്ങളൊന്ന് ആലോചിക്കണം രോഹിത്, ഇവർ ഇത്രയും ഏറ്റവും ആരാധനയോടുകൂടി നിന്ന സമയത്ത്, അതായത് അവർ ഏത് ഇലക്ഷൻ നിന്നാലും ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കുമെന്ന ലെവലിൽ നിൽക്കുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ രണ്ടാം സർക്കാർ വന്നിട്ട് കപ്പാസിറ്റി വേണ്ടേ? അവിടെ നിന്ന് ചാടി വേറെ എങ്ങോട്ടും പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? തീരില്ല അവിടെ കൊണ്ട്. എവിടെ തീരാനായി? അതാണ് ഒരു നേതാവ് എന്ന് പറയുന്നത്. അവരാരെയും എവിടെങ്കിലും അവർ പിണറായിയോ അവരുടെ പാർട്ടിയോ അയാൾ എന്തും ആയിക്കോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്ന അഴിമതിയോ അല്ലെങ്കിൽ അയാൾക്ക് കുറവുകളോ കുറ്റങ്ങളോ എന്തും ആയിക്കോട്ടെ, പക്ഷെ അവരവിടെ പിടിച്ചു നിന്നില്ല. ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ആരോഗ്യ വകുപ്പ് കിട്ടി. ഈ ആരോഗ്യ വകുപ്പിനെ അവർ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടാവാൻ എന്തുകൊണ്ടാണ് വീണയ്ക്ക് ആ ബഹുമതി കിട്ടാതെ? പറയട്ടെ, ഇവിടെ കോവിഡ് നിപ്പ ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെ നിങ്ങൾ പറയാം. ഈ പിണറായി വിജയൻ ഈ ഓവർ ഹൈപ്പ് കിട്ടിയത് എങ്ങനെയാ? ഈ പ്രളയവും കോവിഡ് നിപ്പയും കഷ്ടകാലം ദുരന്തം വന്നു കയറിയതുകൊണ്ടാ. ഇത് വന്ന ആരായാലും ഏത് ആര് പറഞ്ഞു? അവരവിടെ പോയിട്ട് നന്മയിട്ടുള്ള ലോകത്തെ പാടിയില്ല. ഇന്നലെ വയനാട് ഹർത്താൽ നടത്തിയില്ലേ? അവിടെ വയനാട് ഇന്നലെ ഹർത്താലായിരുന്നു. അന്ന് നമ്മളെന്താ പറഞ്ഞത്? ഇതിവിടെ തീർന്നു. അല്ലെങ്കിൽ പ്രളയവും ഇത് വന്നപ്പോ കിറ്റ് കൊടുത്തതോ? പ്രളയവും മറ്റതും ഒക്കെ വന്ന് മുതലാക്കിയത് രണ്ടാം. ജനങ്ങൾ മണ്ടന്മാരല്ല, ജനം കഴുതയല്ല. അതുകൊണ്ട് എന്താ ചൂരൽമലയും മുണ്ടക്കയും വന്നപ്പോ പിണറായിക്ക് കത്താൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ല, രണ്ടാം പിണറായി സർക്കാരിന് ഭരണത്തുടർച്ചയുണ്ടായ രണ്ട് കാരണങ്ങളുണ്ടാണ്. ഒന്ന് ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനങ്ങളും, ഒന്ന് സ്വാമി അയ്യപ്പൻ. സ്വാമി അയ്യപ്പൻ ആണെങ്കിലോ. പക്ഷേ ഈ ശൈലജ ടീച്ചറിന് ഈ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ പ്രകൃതി പ്രപഞ്ചമായിട്ട് ഒരുക്കി കൊടുത്തതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എനിക്ക് പറയട്ടെ, അല്ലാതെ ഇവര് മുഖ്യമന്ത്രി ആകണമെന്ന് ഇവിടെ നാട്ടുകാരാണ് പറയുന്നത്, പാർട്ടി പറഞ്ഞിട്ടില്ല. നാട്ടുകാർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയട്ടെ, ഈ ശൈലജ ടീച്ചറിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഇ.പി. ജയരാജനെ പോലുള്ള നേതാക്കന്മാർ, പി ജയരാജനെ പോലുള്ള നേതാക്കന്മാരുടെ അവസ്ഥ എന്താ? ഇവരെയൊക്കെ ഒതുക്കി കണ്ണൂര് കയറ്റി. ഇ.പി. ജയരാജൻ പുസ്തകം എഴുതിയെന്ന് പറഞ്ഞു, കട്ടൻ ചായയും പരിപ്പോടെയും ഒരു മുറിവീടിയും കൂടെ എന്റെ അടുത്ത് ചേർക്കായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ എല്ലാവരെയും ഒതുക്കി അവിടെ ഒരു ഏകാധിപതിയായി പിണറായി വിജയൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അവസ്ഥ അല്ല ഇപ്പോഴത്തെ കോൺഗ്രസിലും ബി ജെ പിയിലും ഉള്ളത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കേരള ബി ജെ പിയുടെ ഒരു ചരട് കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. അത് കേന്ദ്രം ഭരിക്കുന്നവരുടെ കയ്യിലുണ്ട്. അവര് പറയും, അല്ലെങ്കിൽ ഈ കേസ് ഇത്രയും കാലം തുടരാൻ പറ്റത്തില്ല. അദ്ദേഹമൊക്കെ കൃത്യമായി ഇത്രയും കാലത്തോളം പ്രസിഡന്റായിട്ട് തുടരുകയാണ്. അപ്പോ ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വി ഡി ആണോ നേതാവ്, സുധാകരനാണോ നേതാവ്, രമേശ് ചെന്നിത്തലയാണോ നേതാവ്, കരുണാകരന്റെ മുരളീധരനാണോ നേതാവ് എന്ന് ഇപ്പോഴും അറിയത്തില്ല. അവിടെ 100 കൂട്ടം നേതാക്കന്മാർ. ഞാൻ പറഞ്ഞത് മൂല്യമില്ലാത്ത ഒരു പാർട്ടിയാണോ? അപ്പൊ അവിടേക്ക് കൃത്യമായി സന്ദീപ് വാര്യർ ചെല്ലുമ്പോൾ സന്ദീപ് വാര്യർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സന്ദീപ് വാര്യർ വിചാരിക്കും. പക്ഷെ സരിന്റെ കേസ് നമ്മൾ സരിനാണ് പറഞ്ഞത്. സരിന്റെ കേസ് എന്റർലി ഡിഫറെന്റാ. സന്ദീപ് വാര്യർ ബി ജെ പിയോടും ആർ എസ് എസിനോടും കാണിച്ചത് തികച്ചും നന്ദിയില്ലായ്മയാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആള് പണ്ട് പത്രപ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തിന് പാലക്കാട് മേഖലയിൽ എന്തൊക്കെയോ കച്ചവടങ്ങളോ ഇന്റർനെറ്റ് കഫയോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ സന്ദീപ് വാര്യരെ ചാനലിൽ കൊണ്ടുവന്നിരുത്തി വലിയ ആളാക്കിയത് ആ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരാണ് ഈ പറയപ്പെടുന്ന കൗണ്ടർ അടിക്കാനുള്ള ക്യാപ്സൂൾസ് ഒക്കെ അയച്ചു കൊടുത്ത് ഇദ്ദേഹത്തെ വലിയ സംഭവമാക്കി കണ്ടി. ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാത്തതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളുടെ പേരിൽ പാർട്ടികളെ മാറ്റി നിർത്തി. പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ വയനാട് നമ്മുടെ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ചെന്നപ്പോ കെ സുരേന്ദ്രന്റെ ഇടത്തും വലത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ചെന്ന് കയറി വീണ്ടും പാർട്ടിയിൽ സജീവമായി. ഞാൻ മനസ്സിലാക്കുന്നത് കെ സുരേന്ദ്രൻ പാലക്കാടേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് പേര് നിർദ്ദേശിച്ചത് സന്ദീപ് വാര്യരുടേതായിരുന്നു. അത് ബി ജെ പിയുടെ ഇപ്പോഴും അല്ല. ഈ ബി ജെ പി സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ് കൃത്യമായി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരമാണ്. സുരേന്ദ്രന്റെ മനസ്സിൽ സന്ദീപ് വാര്യർ മത്സരിക്കും. പക്ഷെ സുരേന്ദ്രൻ വിചാരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലല്ലോ അവിടെ വരിക. കാരണം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കാത്തിരിക്കുന്ന ബി ജെ പിക്ക് കൃത്യമായി കേന്ദ്രത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊടുക്കും. അതാണ് സി കൃഷ്ണകുമാർ. സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വരുന്നു. സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടാത്തതിന്റെ അസ്വസ്ഥത ആർക്കുണ്ട്? സന്ദീപ് വാര്യർക്കുണ്ട്. ഈ പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തോ എന്ത് തൊട്ടാലും
ഇഷ്ടമില്ലാത്ത അച്ചി എന്ത് തൊട്ടാലും തെറ്റെന്ന് കണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറയുന്ന പോലെ മനസ്സിലിത് കിടക്കുക, പിന്നെ അവിടെ എന്ത് ചെയ്താലും തെറ്റാണ്. അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി സന്ദീപ് വാര്യർ പിണങ്ങി വീട്ടിൽ പോയിരിക്കുന്നു. പിന്നീട് CPM അവർക്ക് വേണ്ടി ചുവന്ന പരവതാനി വിരിക്കുന്നു, CPI ചർച്ച ചെയ്യുന്നു, മണ്ണാർക്കാട് സീറ്റ് ഓഫർ ചെയ്യുന്നു. ഒരു സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് എത്തുന്നു. രാഗി മുറിച്ച് ത്രിവർണ്ണ ഷാൾ ഇട്ടിട്ട് അന്ന് തൊട്ട് BJP എന്താണ് വർഗീയ ശക്തിയാണ്, നരേന്ദ്രമോദി കൊള്ളാത്ത നേതാവാണ്, RSS അങ്ങനെയാണ്, അത് വെറുപ്പിന്റെ കടയാണ്, ഞാൻ സ്നേഹത്തിന്റെ കടയിൽ വന്നു കയറിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തു. രാഹുൽ ഗാന്ധിക്ക് വട്ടാണോ എന്ന് ചോദിച്ചാളാ. അപ്പോ സന്ദീപ് വാര്യർ അങ്ങനെ കോൺഗ്രസിലേക്ക് പോയി. സരിന്റെ കാര്യത്തിൽ എടുക്കണം. സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയപ്പോ സരിന്റെ ഒരു ബൈറ്റ് ഉണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. സരിൻ എന്താ പറഞ്ഞേ? ഞാൻ ഇടതുപക്ഷത്തെ കോൺഗ്രസ്സുകാരനായി തുടരുന്ന അയാൾ ആശയത്തെ തള്ളി പറഞ്ഞിട്ടില്ല. നോക്കൂ, സരിന് വേണമെങ്കിൽ ഏതാശയത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതേതരത്വ ആശയത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് BJP-യിൽ പോയിരുന്നെങ്കിൽ എന്തൊക്കെ സ്ഥാനമാണ് കിട്ടുന്നത്? IAS-കാർക്കും IPS-കാർക്കും സിവിൽ സർവീസ് ഉള്ളവർക്കൊക്കെ വലിയ പ്രിവിലേജ് കിട്ടുന്ന പാർട്ടിയാണ് BJP. നമുക്ക് അണ്ണാമലയെ അറിയാം, ഇദ്ദേഹത്തെ നമ്മുടെ കണ്ണന്താനത്തെ അറിയാം. അങ്ങനെ എത്രയോ പേര് നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്ത പാത ഇടതു സ്വതന്ത്രനായ അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ്. ഇവിടുത്തെ ഇന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന KB ഗണേഷ് കുമാർ, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് M, അങ്ങനെ എത്രയോ കോൺഗ്രസ്, അതായത് UDF-ലെ ഘടകകക്ഷികൾ എത്രയോ പേര് അവിടേക്ക് ചേക്കേറി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സരിൻ ചെയ്തതിനകത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. സരിൻ എന്തായിരുന്നു പിന്നെ ചെയ്യേണ്ടത്? സരിനെ ഇളക്കി വിട്ടത് ഈ പാർട്ടിയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന വേറെ കുറെ എണ്ണന്മാർ, ഇവരെല്ലാം കൂടെ ഒത്തു കളിച്ചതാ. അവസാനം രാഹുൽ മാത്രം ഒറ്റപ്പെട്ടു. ഇവന്മാർ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരാളെ എടുത്ത് പാലക്കാട് കൊണ്ടുവെക്കുക. അപ്പൊ പാലക്കാട് ഇത്രയും നാളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവർ എന്ത് ചെയ്യണമായിരുന്നു? സന്ദീപ് വാര്യർക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? C കൃഷ്ണകുമാർ ഇതുവരെ പാലക്കാട് സീറ്റ് മത്സരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹവും അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലർമാരായിരുന്നു. അവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അപ്പോ അവിടെ സന്ദീപ് വാര്യരെ നിർത്തോ, C കൃഷ്ണകുമാറിനെ നിർത്തോ? കഴിഞ്ഞ തവണ കൃഷ്ണകുമാറിന് മത്സരിക്കാമെന്നുണ്ടായിട്ട് പോലും മെട്രോമാൻ E ശ്രീധരന് വേണ്ടി വഴിമാറി കൊടുത്താളാ C കൃഷ്ണകുമാർ. അപ്പൊ C കൃഷ്ണകുമാറിന് തന്നെയാണ് അവിടെ ഈ സീറ്റിന്റെ അർഹൻ. അപ്പൊ അവിടെയാണ് സന്ദീപ് വാര്യര് ഈ മറ്റേ എന്താ പറയാ, അതിന് മലയാളത്തിന്റെ വാക്കുണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അൺപാർലമെന്ററി ആയിട്ട് അത് പറയുന്നില്ല, ഈ കൊച്ചു കൊച്ചു പടക്കങ്ങൾ കാണിച്ച് ഇറങ്ങിപ്പോയത്. സന്ദീപ് വാര്യരല്ല സരിൻ. ഇതേ രണ്ടുപേരെയും കൂടെ നമുക്ക് ഒറ്റക്കെട്ട്. പക്ഷെ പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ അവസാന ചിത്രം തെളിഞ്ഞു വരുമ്പോൾ BJP-യുടെ ഔദ്യോഗിക ക്യാമ്പിന്റെയും CPM-ന്റെ ഔദ്യോഗിക ക്യാമ്പിന്റെയും ഒരു കണക്കൂട്ടൽ എന്താണെന്നറിയും? C കൃഷ്ണകുമാർ പാലക്കാട് പിടിക്കും, സാധ്യതയുണ്ട്. രണ്ടാം സ്ഥാനത്ത് P സരിൻ വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെങ്ങനെയാണ് കണക്കൂട്ടുന്നത് എനിക്കറിയത്തില്ല. മൂന്നാം സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമെന്നാണ് BJP-യും CPM-ഉം ഒരുപോലെ കണക്കൂട്ടുന്നത്. CPM-ന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഞങ്ങൾ ജയിച്ചില്ലേലും വേണ്ടിയില്ല, രണ്ടാം സ്ഥാനത്ത് എത്തണം, മാങ്കൂട്ടത്തിൽ ജയിക്കരുത്. അതിന് കാരണമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ്, ഇപ്പൊ നോക്കൂ, കോൺഗ്രസ് ഷാഫി പറമ്പിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നേതാവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ഷാരിനെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ള ആളുമാണ്. അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിന് പാലക്കാട് സീറ്റിൽ ജയിച്ചു കയറണമെങ്കിൽ കൃത്യമായി ഇടത് കോട്ടയിൽ നിന്നും BJP കോട്ടയിൽ നിന്നും വോട്ട് വാങ്ങിയെടുക്കാൻ പറ്റണം. രാഹുലിന് അത് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെ ഒരേപോലെ വിമർശിക്കുന്ന, അവരെ മോദിജി എന്ന് വിളിക്കാറില്ല, നരേന്ദ്രമോദി എന്ന് വിളിക്കാം, മോദി എന്നും വിജയൻ എന്നുമാണ് വിളിക്കുന്നത്, പിണറായി വിജയൻ ചേർത്ത് വിളിക്കാറില്ല. അങ്ങനെ വിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും അടക്കമുള്ള നേതാക്കന്മാർ അവിടെ അതിഭീകരമായ വർക്ക് നടത്തിയിട്ടുണ്ട് പാലക്കാട്. എന്താകും വിധി എന്നുള്ളത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത്. അത് നമുക്ക് കണ്ടു. സ്ഥാനത്തിന് വേണ്ടി ഈ ഷാഫി പറമ്പിലാണെങ്കിലും അവിടുന്ന് ചാടിപ്പോയതാണല്ലോ. ഈ പറയുന്ന പോലെ പാലക്കാട് നിന്ന് ഇതുപോലെ കഷ്ടപ്പെട്ട് മത്സരിച്ച് ജനങ്ങളെ മോഹിപ്പിച്ച് ഒന്നും ചെയ്യാതെ ആ മണ്ഡലത്തെ അവഹേളിച്ചെന്നാണ് അവർ പറയുന്നത്. ഷാഫി പറമ്പില് ചെയ്ത സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. അല്ല, ഷാഫി നാടിന്റെ ഉന്നമനം ഞാൻ ഷാരി കൂടി ചോദിക്കട്ടെ. ഷാരിക ഈ ചാനലിലെ സ്റ്റാഫാണെന്ന്, ഈ ജീവനക്കാരിയാണ്. സ്ഥാപനത്തിന് ഒരു ആവശ്യം വരികയാണ്, തിരുവനന്തപുരത്തേക്ക് ഒരാളെ വേണം, വേറൊരാളെ കിട്ടാനില്ല. ഷാരിക അവിടെ പോയാൽ അടിപൊളിയാണ്. ഞാൻ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഷാരികയോട് പറയുന്നത്, ഷാരിക കുറച്ച് നാളത്തേക്ക് തിരുവനന്തപുരത്തേക്ക്. അപ്പൊ ഷാരിക പറയും, ഇല്ല, എനിക്ക് എന്റെ നോളം വിട്ടു പോകാൻ പറ്റില്ല. അവസരം സ്ഥാപനത്തിനോട് ഞാൻ പറയട്ടെ, സ്ഥാപനമാണെങ്കിൽ ആ കൂറുകൊണ്ട് പോകും. വടകരയിൽ ഷാഫി പറമ്പിലിനോട് പാർട്ടി പറഞ്ഞു പോകാൻ, ഷാഫി പോയി, അത്രേ ഉള്ളൂ. പക്ഷെ പാർട്ടി ചെയ്തത് തെറ്റാ. കാര്യം എന്താ? ഇവിടെ K മുരളീധരൻ എന്ന് പറയുന്ന ഒരു നല്ല നേതാവിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ തൃശ്ശൂർ കൊണ്ടിട്ട് 3-ാം സ്ഥാനത്തേക്ക് വലിച്ചയച്ചോളാം. TN പ്രതാപൻ എന്ന് പറയുന്ന മനുഷ്യൻ, അയാളുടെ കയ്യിൽ ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇവിടെ 19 പേര് UDF നിന്ന് ജയിച്ചു പോയെടുത്ത് ഈ 19 പേര് മത്സരിക്കുക, 18 പേര് മത്സരിക്കുക, ഒരാളെ മാത്രം മാറ്റി നിർത്തുക. അയാൾ എന്ത് ചെയ്തിട്ടാ?
ഈ ബാക്കിയുള്ള എംപിമാർ ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. രോഹിത്തിനോട് എനിക്ക് ഇപ്പൊ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 3-ാം സ്ഥാനത്ത് വരും പാലക്കാട്, അതിലൊരു സംശയമില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. കണ്ടറിയാം. എന്തായാലും പാലക്കാട് പോലും നടക്കുകയാണ്. സന്ദീപ് വാര്യരും ഈ പറയപ്പെടുന്ന സരനും ഇരട്ടത്താപ്പ് നയങ്ങളുമായി അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോഴും രണ്ടുപേരുടെയും ഭാഗത്ത് ചെറിയ ന്യായങ്ങളുണ്ട്, സരന്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ന്യായമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ എന്തായാലും കണ്ടറിയാം എന്താണ് പാലക്കാട് സംഭവിക്കുന്നത്.